ഇസ്രയേല് പ്രധാനമന്ത്രി ബെഞ്ചമിന് നെതന്യാഹുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പു. ദന്തചികിത്സയ്ക്കായാണ് നെതന്യാഹുവിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രാദേശിക മാധ്യമങ്ങള് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ സ്ഥിരീകരണവുമായി. ഹദാസയേന് കെരം മെഡിക്കല് സെന്ററില് അദ്ദേഹം ദന്തചികിത്സയിലാണെന്നാണ് റിപ്പോർട്ടുകള് വ്യക്തമാക്കുന്നത്. ഇറാന് യുദ്ധമാരംഭിച്ചതിനുശേഷം 76-കാരനായ നെതന്യാഹുവിന്റെ ആരോഗ്യനില സംബന്ധിച്ച് നേരത്തെയും റിപ്പോർട്ടുകള് പുറത്തുവന്നിരുന്നു. നെതന്യാഹു മരണപ്പെട്ടതായും ചില മാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്തു. ഇതിനു പിന്നാലെ സ്വന്തം വീഡിയോ പങ്കുവച്ച് നെതന്യാഹു രംഗത്തെത്തുകയും ചെയ്തു. സാധാരണക്കാർക്കൊപ്പം നെതന്യാഹു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും അവരോട് സംസാരിക്കുന്നതുമായിരുന്നു വീഡിയോയിലുണ്ടായിരുന്നത്. ഇറാന് സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ നെതന്യാഹു കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങള് സോഷ്യൽ മീഡിയയില് ശക്തമായിരുന്നു. ഇതിനിടെ പുറത്തുവിട്ട നെതന്യാഹുവിന്റെ വാർത്താസമ്മേളനത്തിന്റെ വീഡിയോ AI നിർമ്മിതമാണെന്നും ആരോപണമുണ്ടായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നെതന്യാഹുവിന്റെ ഒരു കൈയില് 6 വിരലുകള് ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സമൂഹമാധ്യമങ്ങളിലെ അവകാശവാദം. ഇതോടെ നെതന്യാഹു കൊല്ലപ്പെട്ടെന്ന വാദം ശക്തമായി. തുടർന്നാണ് മറ്റൊരു വീഡിയോ കൂടി നെതന്യാഹു പങ്കുവച്ചത്. പ്രോസ്റ്റേറ്റ് ട്യൂമറിന് ഹദാസയില് വിജയകരമായ റേഡിയേഷന് ചികിത്സ നടത്തിയതായി നെതന്യാഹു കഴിഞ്ഞ മാസം സോഷ്യൽ മീഡിയ പോസ്റ്റില് വെളിപ്പെടുത്തിയിരുന്നു. എന്നാണ് ചികിത്സ നടത്തിയതെന്നോ ചികിത്സ അവസാനിച്ചുവെന്നോ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. 2023-ല് അദ്ദേഹം ശരീരത്തില് പേസ്മാക്കർ ഘടിപ്പിച്ചിരുന്നു. 2024-ല് ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. 2024-ൽ തന്നെ പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയയ്ക്കും വിധേയനായി.